वीणावादिनी महातपस्विनी, वो है शिव की शक्ति। ഓം ശാന്തി. മാതേശ്വരിജി വിശ്വത്തിലെ അതുല്യ വ്യക്തിത്വം. ബ്രഹ്മകുമാർ സഹോദരൻ ജഗദീഷ് ചന്ദ്രജി മമ്മയോടൊപ്പം ഉള്ള തൻ്റെ അനുഭവം കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു. മമ്മയുടെ സ്നേഹം, വാത്സല്യം, വ്യക്തിത്വം എന്നിവ അത്രയും പ്രഭാവശാലി ആയിരുന്നു. അവ ബാബ മുഖേന ലഭിച്ച ശിക്ഷണങ്ങളുടെ പ്രതിരൂപം ആയിരുന്നു. യോഗികളെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: അവരുടെ വ്യക്തിത്വം അന്യന് സുഖം നൽകുന്നതാണ്. അവരുടെ മനസ്സിൽ സർവരെയും പ്രതി സദ്ഭാവനയുണ്ടാകും. സർവരെയും പ്രതി സ്നേഹം ഉണ്ടായിരിക്കും. യോഗികൾ ആരെക്കുറിച്ചും മോശമായി ചിന്തിക്കില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ ചിന്തിക്കൂ. ബാബയുടെ ജീവിതത്തിലും ഞാൻ ഈ ഗുണങ്ങളെ പ്രായോഗികമായി ദർശിച്ചു. പറയാൻ വേണ്ടി മാത്രമല്ല, ആര് നിന്ദിച്ചാലും ബാബ അവരെ മിത്രത്തെ പോലെ കണ്ടു. ബാബ പറയുമായിരുന്നു, ഇതും എൻ്റെ കുട്ടിയാണല്ലോ, അയാൾക്ക് ജ്ഞാനമില്ല, അത് അയാളുടെ കുറ്റമല്ല. ഡ്രാമയനുസരിച്ച് അയാൾക്ക് ആ പാർട്ടാണ് ഉള്ളത്. കാരണം അയാൾക്ക് തിരിച്ചറിവ് ലഭിച്ചിട്ടില്ല. തിരിച്ചറിവ് വന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അതിനാൽ അയാളുടെ പ്രവൃത്തി മോശമാണെന്ന് തോന്നേണ്ടതേ ഇല്ല. മമ്മയിലും ഞാൻ ഈ വിശേഷത കണ്ടു. മമ്മയുടെ ജീവിതത്തിന് ഒരു കാന്തിക ശക്തിയുണ്ടായിരുന്നു. മമ്മ എല്ലാവരെയും തൻ്റെ കുട്ടിയായി കണ്ടതിനാലായിരുന്നു. ഇത് തന്നെയായിരുന്നു മമ്മയുടെ പ്രത്യക്ഷ അനുഭൂതി. മമ്മയുടെ വയസ്സ് എത്ര ആയിരുന്നാലും ശരി, വ്യവഹാരങ്ങളിൽ മമ്മ ശരിക്കും സാക്ഷാൽ ജഗദംബ ആയിരുന്നു. താങ്കൾ ആലോചിച്ചു നോക്കൂ, മമ്മ ദേഹ അഭിമാനം ഇല്ലാതാക്കിയത്. പ്രായത്തിൻ്റെയോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള അഹങ്കാരം ഇല്ലായിരുന്നു. ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള ഭാവം ഇല്ല. യാതൊരു വിധത്തിലുമുള്ള ദേഹ അഭിമാനം ഇല്ല. അപ്പോഴാണല്ലോ യോഗി ആകുന്നത്. യോഗം ഇല്ലാതെ എങ്ങനെ ദേഹ അഭിമാനം ഇല്ലാതാകും? യോഗത്തിൻ്റെ ശക്തി സർവശ്രേഷ്ഠമാണ്. യോഗ ബലത്താൽ തന്നെയാണ് വിജയം പ്രാപ്തമാവുന്നത്, വിജയമാലയിലെ മണിയാകുന്നത്. ഇത് ഞാൻ മമ്മയുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കണ്ടു. ഭേദഭാവമില്ലാത്ത, പരിധിയില്ലാത്ത സ്നേഹം. ദില്ലിയിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ തൻ്റെ ഭാര്യയെ വല്ലാതെ മർദ്ദിക്കാറുണ്ടായിരുന്നു. പവിത്രതയുടെ കാരണത്താൽ അവരുടെ വീട്ടിൽ കലഹവും ഉണ്ടാകുമായിരുന്നു. പത്നിയെ അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പല പ്രാവശ്യം പറയുകയും ഉണ്ടായി. അയൽവാസികളോടും ബന്ധുക്കളോടും അയാൾ പറഞ്ഞു,
സത്സംഗത്തിൽ പോകാൻ തുടങ്ങിയതു മുതൽ അവർ വീട്ടിൽ ജോലികളൊന്നും ശരിയായി ചെയ്യാറില്ല. കുട്ടികളെ ശരിയായ വിധം സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ. അയാൾ പറഞ്ഞത് അസത്യമായിരുന്നു. എന്തെന്നാൽ ശരിയായ കാരണം പവിത്രത പാലിക്കുന്നത് കൊണ്ടായിരുന്നു. എന്നാൽ അതെങ്ങനെ പറയും നാട്ടുകാരോട്? അയാൾ ഭാര്യയെ കൊണ്ട് സഹികെട്ട് ഒരു ദിവസം ആ സഹോദരിയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഒരു തീരുമാനം ആകുന്നത് വരെ ഞാൻ അവരെ ഒരു വനിതാ മന്ദിരത്തിൽ വിട്ടു. ആ സമയത്ത് രജൗരി ഗാർഡനിൽ മമ്മ വരികയുണ്ടായി. ഞാൻ ആ വനിതാ മന്ദിരത്തിൻ്റെ പ്രധാനിയെ മമ്മയെ കാണിക്കുന്നതിനു വേണ്ടി കൊണ്ടുവരാൻ പോയതായിരുന്നു. ഇതിനിടയിൽ ആ വ്യക്തിക്ക് മമ്മ അവിടെ വരുന്ന വിവരം ലഭിച്ചു. ഞാൻ സെന്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ അവിടെ എത്തി തറവിരികൾ വലിച്ചെറിഞ്ഞു, ബൾബുകൾ ഉടച്ചു, കസേരകളും വലിച്ചെറിഞ്ഞു. അവിടെ ബഹളം വയ്ക്കുകയും വല്ലാത്ത ഒരു രംഗം സൃഷ്ടിക്കുകയും ചെയ്തു. അയാൾ ചോദിക്കാൻ തുടങ്ങി, എവിടെ മമ്മ? മമ്മയോട് എനിക്ക് സംസാരിക്കണം. ഇന്ന് ഞാൻ ഒരു തീരുമാനത്തിലെത്തിയിട്ടേ പോകൂ. ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങനെ ബഹളം വെക്കാൻ വന്നത് കാരണം സഹോദരിമാർ പേടിച്ചു. ഇയാളെ എങ്ങനെ ശാന്തമാക്കും? പുരുഷന്മാരാരും അപ്പോഴവിടെ ഇല്ലായിരുന്നു. മമ്മ ഏറ്റവും മുകളിലെ നിലയിലായിരുന്നു. അയാൾ വീണ്ടും ചോദിച്ചു, മമ്മ എവിടെ? നിങ്ങൾ മമ്മയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് മമ്മ പുറത്തു വരുന്നില്ല? എനിക്ക് അവരോട് സംസാരിക്കണം. എന്നോട് സംസാരിക്കാൻ പറയൂ. സഹോദരിമാർ അത് അനുസരിക്കാത്തതിനാൽ അയാൾ സ്വയം ആ കെട്ടിടത്തിൽ മുകളിലും താഴെയും മമ്മയെ പരതി നടന്നു. എന്നാൽ അയാൾക്ക് മമ്മയെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അവസാനം അയാൾ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെന്നു. അവിടെ ഒരു മെത്തയും ഒരു കസേരയും ഉണ്ടായിരുന്നു. കസേരയിൽ മമ്മ ഇരുന്നിരുന്നു. അയാൾ അവിടെ പ്രവേശിച്ചപ്പോൾ മമ്മ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മെത്തയിൽ ഇരുന്നു. മമ്മ പറഞ്ഞു, വരൂ മകനെ, ഇരിക്കൂ. എന്തേ വന്നത്? വളരെ സ്നേഹത്തോടെ അയാളോട് പറഞ്ഞു, വരൂ മകനെ, കസേരയിൽ ഇരിക്കൂ. മമ്മയുടെ ഈ ശബ്ദം കേട്ട പാടെ അയാൾ അലിഞ്ഞുപോയി. അയാൾ ഭവ്യതയോടെ മമ്മ, അമ്മ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾ അയാളുടെ പ്രശ്നമേ മറന്നുപോയിരുന്നു. കേവലം അമ്മേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മമ്മ ചോദിച്ചു, പറയൂ മകനെ, എന്താണ് വിശേഷിച്ച്? അയാൾ പറയാൻ തുടങ്ങി, ഒന്നുമില്ല അമ്മ, ഒന്നും ഇല്ല. അയാൾ മമ്മയിൽ അത്രയ്ക്ക് പ്രഭാവിതനായി. ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും അനുഭൂതി അനുഭവിച്ചുകൊണ്ടിരുന്നു. മമ്മ അയാളോട് മറ്റൊന്നും പറഞ്ഞില്ല. എന്തേ വരാൻ കാര്യം ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ. മമ്മ വീണ്ടും പറഞ്ഞു, വരൂ മകനെ, കസേരയിലിരിക്കൂ. അയാൾ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, വേണ്ട അമ്മേ, ഞാൻ ഇവിടെ താഴെ ഇരുന്നോളാം, അത് മതി. മമ്മ വീണ്ടും പറഞ്ഞപ്പോൾ അയാൾ കസേരയിൽ ഇരുന്നു. എന്നാൽ താൻ വന്ന കാര്യം പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മമ്മിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ശാന്തിയോടെ മമ്മയും അയാൾക്ക് ദൃഷ്ടി കൊടുത്തു.
ആ ദൃഷ്ടി അയാൾക്ക് നന്നായി ഫലം ചെയ്തു, അനുഭവം ചെയ്തു. പിന്നീട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. പുറത്തു വന്നപ്പോൾ പറയുന്നത് കേട്ടു, മമ്മ വളരെ നല്ലതാണ്. അയാൾ മമ്മയുടെ മാതൃത്വത്തിൽ അത്രയും പ്രഭാവിതനായി. അയാളുടെ മനസ്സ് ഭാരരഹിതമായി. മാത്രമല്ല, മമ്മ എത്ര മഹതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ മനസ്സ് പരിവർത്തനപ്പെട്ടുപോയി. പിന്നീട് അയാൾ മമ്മയോട് പറഞ്ഞു, മമ്മ, ഞാൻ വീണ്ടും വരും. ഇങ്ങനെ പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. മമ്മ അയാളോട് ഒരിക്കലും ഇങ്ങനെ ചോദിച്ചില്ല, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, ആരോട് ചോദിച്ചിട്ടാണ് അകത്ത് വന്നത്. എന്നാൽ വളരെ സ്നേഹത്തോടെ അയാളോട് സംസാരിച്ചു. അയാൾക്ക് ബഹുമാനം കൊടുത്തു. അയാളുടെ മനസ്സ് പരിവർത്തനപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, മമ്മ എൻ്റെ അമ്മയാണ്. അക്കാലങ്ങളിൽ പലരും ബാബയെ പോലും നിന്ദിക്കാറുണ്ടായിരുന്നു. ആരായാലും യജ്ഞത്തിലെ കുട്ടികളാകട്ടെ ഇങ്ങനെയുള്ള നിന്ന സഹിക്കുമായിരുന്നു. ചിലപ്പോൾ ഈ യജ്ഞത്തെ നിന്ദിച്ചാലും അതും സഹിക്കുമായിരുന്നു. എന്നാൽ ആരോടാണോ ഞങ്ങൾക്ക് അനന്യമായ സ്നേഹമുള്ളത്, ഞങ്ങൾക്ക് ജീവൻ തന്നത്, ആ ബാബയെ പറ്റി തലതിരിഞ്ഞ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഉത്തേജിതരാകുമായിരുന്നു. എന്നാൽ ഇതുപോലും പാടില്ല. ഇത് മമ്മയുടെ ജീവിതം കണ്ട് ഞങ്ങൾ പഠിച്ചു. മാതൃകയായി ആരും ഇല്ല എങ്കിൽ വ്യക്തികൾ ആരെ അനുകരിക്കും? അങ്ങനെയുള്ള ആദർശ ധീരർ ഉണ്ടാവുക തന്നെ വേണം. മഹാത്മാവെന്ന് അവരെയാണ് പറയുക. ആരുടേതാണോ മനസ്സും വാക്കും കർമ്മവും ഒരുപോലെ ആകുന്നത്, ഉള്ളിലും പുറത്തും ഒരേപോലെ. മമ്മയുടെ ജീവിതം കണ്ണാടി പോലെ തികച്ചും നിർമ്മലം ആയിരുന്നു. മമ്മയുടെ അടുത്ത് ആര് ചെന്നിരുന്നാലും, സ്വയം നമ്മളാകട്ടെ അന്യരാകട്ടെ, അവർ അതേ പറയുമായിരുന്നുള്ളൂ, ഇത് എൻ്റെ അമ്മയാണ്. അമൃത്സറിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അമൃത്സറിൽ ഒരു പറ്റം ആൾക്കാർ വിരോധം വെച്ച് ലഹളയ്ക്ക് വന്നു. ഞങ്ങൾ അവിടെ ഉടൻ എത്താൻ ടെലിഗ്രാം കിട്ടി. അതിനാൽ ഞാനും ബ്രിജ്മോഹൻ ഭായിയുടെ പിതാവും രാവിലെ തന്നെ അവിടെ എത്തി. അവിടെ ഒരു മെഡിറ്റേഷൻ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1500 പേർ തടിച്ചുകൂടിയിരുന്നു. അവർ പുറത്ത് കൂട്ടം കൂടി നിന്ന് ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. വാതിലടച്ചിരിക്കുകയായിരുന്നു. അവർ ഇടയ്ക്കിടെ വാതിലിൽ മുട്ടി പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങളെ അകത്തേക്ക് കടത്തൂ, ഞങ്ങൾക്ക് മാതേശ്വരിജിയുമായി സംസാരിക്കണം. സഹോദരിമാർ അകത്തുണ്ടായിരുന്നു എങ്കിലും അവർ വാതിൽ തുറന്നില്ല. അവസാനം അവർ തള്ളി തുറന്നു. അപ്പോൾ സഹോദരിമാർ പറഞ്ഞു, ഇപ്പോൾ മാതേശ്വരിജി താങ്കളെ കാണുകയില്ല. അത് കേട്ട് ലഹളയ്ക്ക് വന്നവർ പ്രകോപിതരായി. ഞങ്ങൾ ഇത്രയും പേർ വന്നിട്ടും എന്തുകൊണ്ട് മമ്മയെ കാണാൻ അനുവദിക്കുന്നില്ല? ഞങ്ങൾക്ക് വെറും 5 മിനിറ്റ് സമയം മതി. ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറ്റും? കുറച്ചു കഴിഞ്ഞ്
നിങ്ങൾ പറയും മമ്മ പോയി എന്ന്. അതുകൊണ്ട് ഞങ്ങൾ കണ്ട ശേഷമേ പോകൂ. വാതിൽ തള്ളി തുറന്ന് മാതേശ്വരിജിയുമായി സംസാരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ 5-6 പേർ അകത്ത് കടന്നു. അവർ 1-ാം നിലയിൽ മമ്മ ഇരിക്കുന്നിടത്തേക്ക് നടന്നു. അവിടെ ക്ലാസും യോഗയും നടക്കുകയായിരുന്നു. മമ്മ യോഗത്തിലിരിക്കുകയായിരുന്നു. അവിടെ സമ്പൂർണ്ണ ഗഹനമായ ശാന്തിയായിരുന്നു. മമ്മയിൽ യാതൊരു അനക്കവുമില്ല, പരിഭ്രമമില്ല, ചിന്തയും ഉണ്ടായിരുന്നില്ല. അത്രയും ആനന്ദത്തിൻ്റെ അനുഭൂതിയിലായിരുന്നു മമ്മ യോഗത്തിൽ ഇരുന്നത്. മമ്മയുടെ യോഗം കണ്ട് അവർക്കും ഗഹനമായ ശാന്തിയുടെ അനുഭവം ഉണ്ടായി. അവർക്ക് അക്ഷമയോ ആവേശമോ ഉണ്ടായില്ല. അവർ മമ്മയുടെ സമീപത്ത് ചെന്നിരുന്നു. അവരും ധാർമ്മിക ഭാവനയുണ്ടായിരുന്നത് കാരണം ധ്യാനത്തിലിരിക്കുന്ന മാതേശ്വരിജിയെ ശല്യപ്പെടുത്താൻ തുനിഞ്ഞില്ല. അവർ നോക്കിക്കൊണ്ടിരുന്നു. കണ്ണുകൾ തുറന്നിരുന്നു. എന്നാൽ നിശ്ചലവും പ്രശാന്തവും ആയിരുന്നു. അവർക്കും വളരെ ആനന്ദം അനുഭവപ്പെട്ടു. മുറിയിൽ മുഴുവനും ശാന്തിയുടെ പ്രകമ്പനം ഉണ്ടായിരുന്നു. മമ്മ പവിത്രയാണ്, കമലപുഷ്പ സമാനമാണ്, കമലാസനയാണ് എന്നുള്ള അനുഭവം അവർക്കുണ്ടായി. അങ്ങനെ പലതരം അനുഭവങ്ങളുണ്ടായി. അല്പനേരം അങ്ങനെ ഇരുന്ന ശേഷം അവർ പിന്നീട് മമ്മയുടെ കണ്ണുകൾക്ക് നേരെ നോക്കി. മമ്മയുടെ നേത്രങ്ങളിൽ നിന്ന് പ്രകാശം തന്നെ പ്രകാശം കാണപ്പെട്ടു. ടോർച്ച് പ്രകാശിപ്പിക്കുന്നത് പോലെ മമ്മയുടെ 4 പാടും പ്രകാശം തന്നെ പ്രകാശം അവർക്ക് കാണാൻ കഴിഞ്ഞു. ഇതെന്താണ് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ഇത്രയും മനസ്സിലായി, ഇവരിൽ വലിയ തപശക്തിയുണ്ട്. ഇവർ സാധന ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും സാധാരണ സ്ത്രീ ആയിരുന്നു എങ്കിൽ അപരിചിതരെ കണ്ടാൽ പേടിക്കുകയോ ഉറക്കെ നിലവിളിക്കുകയോ വഴക്കു പറയുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ മമ്മ തീർത്തും ശാന്തയായിരുന്നു, നിശ്ചലയായിരുന്നു. ശാന്തിയുടെ ശക്തിയാൽ അവരെ ശാന്തരാക്കി. അപ്പോൾ ശാന്തിയുടെ ശക്തിയുടെ ആവശ്യമാണ് ഉണ്ടായിരുന്നത്. സംസാരത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ആ നിർബല ആത്മാക്കൾക്ക് ശാന്തിയുടെ ശക്തി കൊടുത്തു. അവർ കുറെ സമയം അങ്ങനെ തന്നെ ഇരുന്നു. ഇനിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നി. ഏത് സ്ഥാനത്ത് നാം ഇരിക്കുന്നുവോ അവിടെ ശാന്തിയോടെ ഇരിക്കുന്നതാണ് ശരി എന്നവർക്ക് മനസ്സിലായി. ഒരു ചെറിയ ശബ്ദം പോലും അവിടെ അനാവശ്യമാണെന്ന് അവർക്ക് തോന്നി. മമ്മ ഏതോ ശബ്ദത്തിനുപരിയായ ലോകത്തിലാണെന്ന അനുഭവം അവർക്കുണ്ടായി. കാരണം ഒരേ സ്ഥലത്തിരുന്ന് ഒരേ പോലെ ഒരുപാട് നേരം ഇരിക്കാൻ കഴിയുക, ഇത് അസാധാരണമായ ഒരു കാര്യമാണ്. ശരീരത്തെ വിജയിച്ചു, കണ്ണുകളെയും മനസ്സിനെയും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്നതിനാൽ ഇത്രയും സ്ഥിരതയോടെ ഇരിക്കുന്ന ഈ മമ്മ മഹാത്മാവ് തന്നെയാണ്. അവരിൽ കുറച്ചു പേർ ധാർമ്മിക ഗ്രന്ഥങ്ങൾ വായിച്ചവരും ഭക്തി ചെയ്തവരും ആയിരുന്നു.
ഇപ്രകാരം അവിടെ വന്നവരൊക്കെ തങ്ങളുടെ ശത്രുത മറന്ന് സന്തോഷത്തോടെ തിരിച്ചുപോയി.